ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുരുമുളകിൻ്റെ കിഡിലൻ ഫ്ലേവറും മസാലകളുടെ രുചിയും നിറഞ്ഞ ചിക്കൻ പെപ്പർ റോസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനുവേണ്ടി 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. പാൻ വെച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സ്ലൈസ് ചെയ്ത 4 മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. നിറമെല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട്. വലിയ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി അധികം നേരം വഴറ്റിയെടുക്കേണ്ടതില്ല ഈ പെപ്പർ ചിക്കന് വേണ്ടിയിട്ട്. ഇനി ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് അളവിൽ മാറ്റം വരുത്താം. കുറച്ചധികം തന്നെ വേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് അധികം നേരം വഴറ്റിയെടുക്കേണ്ടതില്ല. ചെറിയ ഒരു വഴറ്റിയെടുക്കൽ മാത്രം മതി. ഇനി നമുക്കൊരു നന്നായി കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നന്നായി ഒന്ന് ചിക്കനും മസാലയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായി ഒന്ന് ഇറങ്ങി വരട്ടെ. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതലായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. നന്നായി ഡ്രൈ ചെയ്ത് എടുക്കേണ്ടവർക്ക് 2 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായി ഡ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വിനേഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. Thanks for watching. This is Subi's Kitchen signing off. See you in the next video. Bye.